ആ വിവരം, ആ വാർത്ത നമ്മൾ കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച ആ വിവരം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനിയില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്ത എയിംസ് ആശുപത്രിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. 92 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെ ഔദ്യോഗികമായി അദ്ദേഹം ഇനി നമുക്കൊപ്പം ഇല്ല എന്നുള്ള വാർത്ത അറിയിക്കുകയാണ്. പി ബസന്ത് ഉണ്ട്. ബസന്ത്, സങ്കടപ്പെടുത്തുന്ന വാർത്ത വരികയാണ്. ആര്യ, മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഔദ്യോഗികമായി മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും. 92 വയസ്സായിരുന്നു മൻമോഹൻ സിംഗിന്. അദ്ദേഹം 2 UPA സർക്കാരുകൾക്ക് നേതൃത്വം വഹിച്ച ആളാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ എയിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഗുരുതരമായ മോശം ആരോഗ്യാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. 1932 സെപ്റ്റംബർ 26-നാണ് മൻമോഹൻ സിംഗ് ജനിച്ചത്. പ്രതിസന്ധികൾ വിഴുങ്ങാൻ അനുവദിക്കാത്തവരെന്നാണ് നമ്മൾ പഞ്ചാബികളെ കുറിച്ച് പറയാറുള്ളത്. പഞ്ചാബിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തനി പഞ്ചാബിയായാണ് അദ്ദേഹം ജീവിച്ചതും. മിടുക്കനായിരുന്നു, പഠിത്തത്തിൽ മിടുക്കനായി പഠിച്ച് പ്രധാനമന്ത്രി പദം വരെ എത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് വിട വാങ്ങുകയാണ്. 92 വയസ്സായിരുന്നു. പഠനവും വിശകലന ശേഷിയും മൂലധനമാക്കി പടിപടിയായുള്ള വളർച്ചയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത്. ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ, ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, UGC ചെയർമാൻ, ഇങ്ങനെ പല പല പദവികളിലൂടെ പടിപടിയായുള്ള കയറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ്. പ്രധാന വഴികളിലൂടെ തന്നെ അതിവേഗം നടന്ന മൻമോഹൻ സിംഗ് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നായകനാകാൻ 1991 അവിടെ ആ പദവിയിലേക്ക് കൂടി എത്തുന്നു. അപ്രതീക്ഷിതമായിരുന്നു, തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പ്രധാനമന്ത്രി പദം.